മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ് എന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അതിലെ ഫസ്റ്റ് ഫാക്ടർ ആയിട്ടുള്ള ലാൻഡ് നമ്മൾ കഴിഞ്ഞ കോണ്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്താണ് ക്യാപിറ്റൽ? യെസ്, നമുക്കറിയാം, നമുക്ക് എന്ത് തുടങ്ങുമ്പോഴും നമുക്ക് എന്താ ഒരു ചെരുപ്പ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, അതിന് നമുക്കൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം, അതിന് പൈസ വേണം. എന്താ അവിടുത്തെ വേജസ്, അവിടെ തൊഴിലാളികൾക്ക് വേജസ് കൊടുക്കണം അല്ലെ, അവിടെ പണിയെടുക്കുന്ന ജോലിക്കാർക്ക് പൈസ കൊടുക്കണം. അതിന് നമുക്ക് എന്താ മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ നിർബന്ധമാണ്. എന്താണ് അവിടത്തേക്കുള്ള മെഷീനറീസ് ഒക്കെ വാങ്ങാൻ നമുക്ക് പൈസ കൊടുക്കണം. എല്ലാത്തിനും ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ എല്ലാത്തിനും നമുക്ക് എന്താണ് മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ അത്യാവശ്യമാണ്. അപ്പൊ ആ ഒരു ഫാക്ടറിനെ കുറിച്ചാണ് മിസ് പറയാൻ പോകുന്നത്. ഓക്കെ, നോക്കിക്കോളൂ. എന്താണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? ക്യാപിറ്റൽ ഈസ് എൻ എസെൻഷ്യൽ ഫോർ എ പ്രൊഡക്ഷൻ ഓഫ് എ പ്രൊഡക്റ്റ് ആൻഡ് ദ പ്രൊവൈഡിംഗ് ദ ബേസിക് ഫെസിലിറ്റീസ് ഫോർ ദ സെയിം. അതായത് ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് എല്ലാത്തിനും എന്താണ് മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ നിർബന്ധമാണ്. ഓക്കെ, അതിനെന്താണ് ക്യാപിറ്റൽ വേണം, പൈസ വേണം. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് മിസ് പറഞ്ഞ പോലെ ഒരു ചെരുപ്പ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് എന്താണ് അവിടേക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങണ്ടേ? അതിനെല്ലാത്തിനും മൂലധനം വേണ്ടേ? യെസ്, അത് നിർബന്ധമാണ്. ഓക്കെ, അത് നിർബന്ധമാണ്. നോക്കിക്കോ, ഇറ്റ് ഈസ് നെസസറി ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ ഫാക്ടറി. ഒരു ഫാക്ടറി പണിയുന്നതിന് നമുക്ക് പൈസ വേണം. ദെൻ ബൈയിങ് എക്യുപ്മെന്റ്സ്, അവിടുത്തെ ഓരോരോ എക്യുപ്മെന്റ്സ് ഉപകരണങ്ങൾ വാങ്ങാൻ നമുക്ക് പൈസ വേണം. ദെൻ പേയിങ് വേജസ് ടു ലാബേഴ്സ്, അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് നമ്മൾ വേജസ് കൂലി കൊടുക്കണം. ദെൻ ബൈയിങ് ന്യൂ മെറ്റീരിയൽസ് ഫോർ പ്രൊഡക്ഷൻ ആൻഡ് ദ ലൈക്ക്, അതായത് അവിടെ എന്താണ് അങ്ങോട്ടേക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കളൊക്കെ, എല്ലാ വസ്തുക്കളും നമുക്ക് എന്താണ് വാങ്ങണം. അതിനൊക്കെ നമുക്ക് ദുഡ് വേണം. ദുഡ് എന്താണ്? ക്യാപിറ്റൽ, മൂലധനം വേണം. അത് നിർബന്ധമാണ്. അപ്പൊ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ് പ്രൊഡക്ഷൻ പ്രക്രിയയിൽ അല്ലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റലിന് എന്താണ് റിവാർഡായിട്ട് കിട്ടുന്നത്? യെസ്, മൂലധനത്തിന് നമുക്ക് ഇൻട്രസ്റ്റ്, പലിശയാണെന്ന് റിവാർഡായിട്ട് കിട്ടുന്നത്. അപ്പോ ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു 2 ഫീച്ചറെങ്കിലും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, എന്താണ് ക്യാപിറ്റൽ ഹെൽപ്സ് ദ അതർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. മൂലധനം എന്താണ് മറ്റു ഉൽപാദന ഘടകങ്ങളെ സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപാദന കഴിവുകളൊക്കെ എന്താണ് വർദ്ധിപ്പിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്യാപിറ്റൽ ഒരു ഫാക്ടർ എന്ന നിലയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് പഠിക്കണം. എക്സാമിന് ചോദിച്ചാൽ അത് എഴുതുകയും വേണം. ഇതുപോലെ കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.